ഞാൻ ഇവരോട് സംസാരിച്ചു. നിങ്ങളുടെ കൂടെ പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ല എന്നാണ് ഇവർ പറയുന്നത്. സാർ, ഞാൻ ഇന്നേ വരെ ഇവളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞ് തിരുത്താനും ഞാൻ തയ്യാറാണ് സാർ. കാര്യം അതൊന്നുമല്ല, ഇവൾക്ക് അവനോട് പ്രണയം, അതന്നെ കാര്യം. അവൾക്ക് അവൻ്റെ കൂടെ പോകണമെന്ന് സന്തോഷമെങ്കിൽ കുഴപ്പമില്ല സാറേ. പക്ഷേ എനിക്കെൻ്റെ മോളെ വേണം. മോളില്ല എനിക്ക് ജീവിക്കാൻ പറ്റില്ല സാറേ. അത് ശരിയാവത്തില്ല സാറേ. സിന്ധു, നീ വേണമെങ്കിൽ അവൻ്റെ കൂടെ പൊക്കോ, പക്ഷെ കൊച്ചിനെ എനിക്ക് വേണം. കൊച്ചിന് വേണ്ടി ഏതറ്റം വരെ ഞാൻ പോവും. എനിക്ക് മേലും കീഴും ഒന്നും നോക്കാനില്ല. നിങ്ങളുടെ ഇമോഷൻ എനിക്ക് മനസ്സിലാവും, പക്ഷെ എൻ്റെ മുമ്പിൽ ഇരുന്ന് വെല്ലുവിളിയും കാര്യങ്ങളൊന്നും വേണ്ട. ഞാൻ നോക്കിയിട്ട് ഇയാളുടെ ഭാഗത്ത് യാതൊരു തെറ്റും കാണുന്നില്ല. അതുകൊണ്ട് ഞാനൊരു തീരുമാനം പറയാം. തിങ്കൾ മുതൽ വെള്ളി വരെ കൊച്ചി നിങ്ങളുടെ കൂടെ നിൽക്കട്ടെ. ശരി, ഞാൻ ഇയാൾക്ക് വിട്ടു കൊടുക്കും. സമ്മതം സാറേ. കൊച്ചിനെ കൊടുക്കാൻ എനിക്ക് സമ്മതമല്ല സാറേ. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ശരിയാവണം. എങ്ങനെയാണ് നമ്മളൊരു ഒത്തുതീർപ്പിനെ വിളിച്ചു വരുത്തിയത്? അപ്പോൾ രണ്ടുപേരുടെ ഭാഗം ചിന്തിക്കണ്ടേ? ഒരു വിട്ടുവീഴ്ചയുടെ സംസാരിക്കണം. എന്താണ് ഇയാൾക്ക് ആഗ്രഹം ഉണ്ടാവില്ല കൊച്ചിനോട് ജീവിക്കണം എന്നുള്ളത്? അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചൊരു ഒത്തുതീർപ്പ് പറയാണ്. തിങ്കൾ മുതൽ വെള്ളി വരെ കൊച്ചു അമ്മയുടെ കൂടെ, ശനി ഞായർ അച്ഛൻ്റെ കൂടെ. ഇത് സമ്മതമാണെന്ന് പറഞ്ഞാൽ എഴുതി ഒപ്പിട്ട് വെക്കോ. കൊച്ചങ്ങേരുടെ അല്ല സാറേ, കൊച്ചു സംഘടനൻ്റെയാ. പറ്റിക്കാൻ വേണ്ടി പറയണല്ലോ സാറേ. അല്ലേ സാറല്ലേ? പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോടും ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയണം സാർ.